ബുദ്ധി എപ്പോഴും വേണം. തിരിച്ച് നമ്മോട് ചോദിക്കും, വിവാഹ ജീവിതത്തിൽ നമ്മൾ പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിനൊരു പരിശുദ്ധി ഉണ്ടെന്ന് ഇവിടെ വായിച്ചത്. പൗലോസിനെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണ് ഓർപ്പിക്കുന്നത്? വെഡിങ് ചേംബർ, മണവറ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. മണവറ രഹസ്യങ്ങൾ അങ്ങാടി പാട്ടായി മാറ്റരുത്. ഇന്ന് ബോംബെ പോലുള്ള സിറ്റിയിൽ 18 വർഷം ശുശ്രൂഷ നടന്നൊരു അച്ഛനാണ്. മണവറയിലെ രഹസ്യങ്ങൾ സ്ട്രീറ്റുകളിലും റോഡിലും ഒക്കെ കാണാവുന്ന ഒരു സാഹചര്യമാണ്. അത് ശാപമാണ്. മണവറയിലെ രഹസ്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ദാനമാണ്, അന്യോന്യമുള്ള അവകാശം. അതാ പറഞ്ഞത്, ഇന്നു മുതൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ശരീരത്തിന് മേലാണ് അധികാരം. ഇന്നു മുതൽ ഭർത്താവിന് ഭാര്യയുടെ മേലെ അധികാരം. അതൊരു ഡൊമിനേഷനല്ല, ദൈവം തന്ന ഡിവൈൻ അതോറിറ്റിയാണ്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ഭർത്താവിന് ഭാര്യയെ എങ്ങനെ നേടണം? ഭാര്യ ഭർത്താവിനെ എങ്ങനെ നേടണം? ഭാര്യ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ മതി, ഭർത്താവിനെ തലയെ കയറ്റിയിരുത്താം. ഓർത്തോണം, ഭാര്യ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ മതി, ഭർത്താവിനെ തലയെ കയറ്റിയിരുത്താം. ഭാര്യ പറയുന്ന പോലെ ഭർത്താവ് ചെയ്യും. പക്ഷെ ആ താഴാനുള്ള അനുഭവം ഭർത്താവ് അതുണ്ട്. ഭർത്താവ് തിരിച്ചു ആഗ്രഹിക്കുന്ന അതുപോലൊരു സ്നേഹമാണ്, ഒരു കരുതലാണ്. ഇത് അന്യോന്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ കാത്തുകൊള്ളും. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളുണ്ട്, സഭയുടെ പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ അത് നിസ്സാരമായി എടുക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ കാര്യം ഏൽപ്പിക്കുമ്പോൾ വിശുദ്ധിയോടെ ഏൽക്കുക. ഇവിടെ 2-3-4 സിമ്പിൾസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശരീരവും രക്തവും മോതിരങ്ങളുടെ സിമ്പലാണ്. അത് കർത്താവ് സഭയ്ക്ക് തന്നിരിക്കുന്നു. ഇറ്റ്സ് എ സിമ്പിൾ, ഇറ്റ്സ് എ ഡിവൈൻ ബോണ്ട്, ഡിവൈൻ കവനൻറ്റ്. ആ നിത്യമായ ആ ഉടമ്പടിയുടെ ചിഹ്നം നിങ്ങളെ അണിയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിത്യമായ അധികാരത്തിൻ്റെ ചിഹ്നമാണ് ക്രൗൺ. പ്രധാനമായിട്ട് 2-3 പേർക്കാണ് ഈ അധികാരം കൊടുക്കുന്നത്. 1 രാജാക്കന്മാർക്ക്, 2 മാർട്ടിയേഴ്സ്. അതാരാണ് മാർട്ടിയേഴ്സ്? സഹദേന്മാർക്ക്. ആദ്യ നൂറ്റാണ്ട് മുതൽ സഹദേന്മാരുടെ പടങ്ങൾ വരയ്ക്കുമ്പോൾ അവർക്ക് മകുടങ്ങൾ നൽകും. എന്താണ് കാരണം? അവർ ക്രിസ്തുവിന് വേണ്ടി രാജാക്കന്മാരായവരാണ്, അവർ കഷ്ടത അനുഭവിച്ചവരാണ്. അപ്പം നിങ്ങൾക്ക് മകുടം നൽകുന്നത് രാജാവിൻ്റെ മകുടത്തേക്കാൾ, അധികാരത്തേക്കാൾ അപ്പുറമായി സഹനത്തിൻ്റെ മകുടമാണ്. ഒരു മാർട്ടിയേഴ്സ് ആരാണ്? ആർക്ക് വേണ്ടി സഹിക്കാൻ കഴിയുന്നു, തീർച്ചയായിട്ടും അവിടെ വലിയ വിജയമുണ്ടാകും. ആരും ആരോടൊരു കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ഞാനാണോ വലുത്, നീയാണോ വലുത്? ദൈവത്തിൻ്റെ സൃഷ്ടി വളരെ വ്യക്തമാണ്. ഇവിടെ ഈ പാട്ടുകാർ ആദ്യം പാടി, 6 ദിവസം കൊണ്ട് സൃഷ്ടിയെല്ലാം ഉണ്ടാക്കി, 7-ാം ദിവസം യഹോവ 6-ാം ദിവസം പറയുന്നുണ്ട്, 7-ാം ദിവസം അദ്ദേഹം നിവർത്തനായി, 6-ാം ദിവസം പറയുന്നുണ്ട് എല്ലാം ഭംഗിയായിരിക്കുന്നു. സ്ത്രീയും പുരുഷനും നമ്മൾ എങ്ങനെ വേഷഭൂഷാദികൾ ഒന്നാകാൻ ശ്രമിച്ചാലും സ്ത്രീയും പുരുഷനുമാണ്. സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഘടനയും പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഘടനയും വ്യത്യാസമാണ്. പുരുഷൻ്റെ സൈക്കോളജിക്കൽ ഫീലിങ്സ് സ്ത്രീയുടെ സൈക്കോളജിക്കൽ ഡിഫറൻ്റാണ്. അത് വ്യക്തമായി ബോധ്യപ്പെടണം. എൻ്റെ ഭാര്യ ആരാണ്, അത് പ്രവീണിനെ അറിയുവാനായി സാധിക്കുന്നുവെങ്കിൽ യു വിൽ ഹാവ് എ കളർഫുൾ മാരിറ്റൽ ലൈഫ്. അതുപോലെ ദൈവത്തിനും അതാണ്. എൻ്റെ ഭർത്താവ് ആരാണ്? കുറവുകളെ ചൂണ്ടിക്കാണിക്കാനല്ല, കുറവുകളിൽ നമ്മൾ പൂരകങ്ങളായി തീരാ. കർത്താവ് പറയുന്നത് സ്യൂട്ടബിൾ പാർട്ട്ണർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമാണ് ഏറ്റവും സ്യൂട്ടബിൾ പാർട്ട്ണർ. അതാണ്, ദാറ്റ്സ് എ ഡിവൈൻ സെലക്ഷൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പിതാക്കന്മാരെ അനുഗ്രഹിച്ച പിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. സ്ലീബാ ഉയർത്തി അബ്രഹാമിനെ സാറയെ അനുഗ്രഹിച്ച ദൈവം. അങ്ങനെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെ കൂടെ. വഴിയാത്ര അത്ര സുഖകരമല്ല, പക്ഷേ ദൈവാശ്രയം കൈവിടരുത്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് നിലവിളിക്കണം, ഒരുമിച്ച് കണ്ണുനീരൊഴുക്കണം. നമ്മുടെ കർത്താവ് പോലും തൻ്റെ ഐഹിക കാലത്ത് നിലവിളിച്ച് രക്ഷിക്കുവാൻ കഴിവുള്ളവനായി പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് എബ്രായലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് ഈ ലോകത്തിലെ പരീക്ഷ നേടുവാൻ നിലവിളിച്ച് കരയണമായിരുന്നെങ്കിൽ, നിങ്ങൾ നിലവിളിച്ച് കരയാൻ പ്രാപ്തരാണെങ്കിൽ യു വിൽ വിൻ ദ ക്രൗൺ. ഷുവർലി 101% യു വിൽ വിൻ ഓവർ ദ ക്രൗൺ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഈ അസൈൻമെൻറ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞതെല്ലാം ഗ്രഹിച്ചു വരികയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പൊട്ടരായ ശിഷ്യന്മാരെ വലിയ സമർത്ഥരാക്കിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങി ആവസിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ പാട്ടുകളേക്കാൾ ഉൾപ്പെടെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. നിങ്ങളുടെ ഉൾബോധങ്ങളെ ദൈവം തെളിയിക്കും. അതുകൊണ്ട് പറഞ്ഞ സ്നേഹാഗ്നി കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ എന്ന് നമ്മൾ വായിച്ചതാണ്. കിൻഡിൽ യുവർ ഹാർട്ട് വിത്ത് ദ ഫയർ ഓഫ് ഹോളി സ്പിരിറ്റ്.
അത് നിസ്സാരമല്ല. കിൻഡിൽ യുവർ ഹാർട്ട് വിത്ത് ദ ഫയർ ഓഫ് ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹാഗ്നി കൊണ്ട് പരിശുദ്ധാത്മാവ് ജ്വലിപ്പിക്കട്ടെ. അങ്ങനെ യഥാർത്ഥ സ്നേഹം വരികയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൊടുക്ക വാങ്ങലിൻ്റെ സ്നേഹമായി മാറും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ, ഈ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും തലമുറകളായി നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ദൈവം നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ തന്ന് നിങ്ങളിലൂടെ ദൈവം സൗഭാഗ്യങ്ങളെ ലോകത്തിന് പുറപ്പെടുവിക്കുവാൻ നൽകുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ.